ശബരീശ സവിധത്തിൽ മണ്ഡലപൂജ തൊഴുത് ഭക്തസഹസ്രങ്ങൾ 41 ദിവസം നീണ്ട മണ്ഡല മഹോത്സവത്തിന് പരിസമാപ്തി കുറിച്ച് ശബരിമല നട ഇന്നടയ്ക്കും. മകരവിളക്ക് മഹോത്സവത്തിനായി ഡിസംബർ 30 വൈകിട്ടോടെ നട തുറക്കും. മുൻവർഷങ്ങളിലേക്കാൾ ഏറെ ഭക്തലക്ഷങ്ങൾക്ക് ദർശനപുണ്യം പകർന്നാണ് ശബരിമലയിൽ മണ്ഡലകാലത്തിന് പരിസമാപ്തി കുറിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ 10:30 തന്നെ മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായുള്ള ചടങ്ങുകൾ ആരംഭിച്ചു. തങ്കയങ്കി ശോഭിതമായ അയ്യപ്പ വിഗ്രഹത്തിൽ കലശവും കളഭവുമാടി ഉച്ചദീപാരാധനയോടെ മണ്ഡലപൂജ പൂർത്തിയായി. തന്ത്രി മഹേഷ് മോഹനരുടെയും മേൽശാന്തി PN മഹേഷ് നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. നാഗാലാൻഡ് ഗവർണർ LA ഗണേഷ് മണ്ഡലപൂജ തൊഴാൻ കുടുംബസമേതം സന്നിധാനത്തെത്തിയിരുന്നു. Lakhs and people are coming here. It is a regular phenomenon, and this year it is more. Even then, for all those people, the arrangement made, the roads is very fine. I appreciate the service rendered by the state government also. മണ്ഡലകാലത്തുയർന്ന പരാതികൾ പരിഹരിച്ച മകരവിളക്ക് മഹോത്സവം മനോഹരമാക്കാൻ ശ്രമിക്കുമെന്ന് ദേവസ്വം മന്ത്രി K രാധാകൃഷ്ണൻ പറഞ്ഞു. ഇവിടെ മനുഷ്യസാധ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ എല്ലാം പ്രതീക്ഷയ്ക്ക് അപ്പുറത്തുള്ള ഭക്തരുടെ ഒഴുക്കാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ ഒഴുക്കിനും നിയന്ത്രിക്കാനും അതുപോലെ തന്നെ ഭക്തർക്ക് വരുന്ന ആളുകൾക്ക് എല്ലാ തരത്തിലുള്ള ദർശനത്തിന് വേണ്ടിയുള്ള സഹായങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ് ഇവിടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തിച്ചു വരുന്നത്. കുറേ കൂടി ഇനി അടുത്ത സീസൺ എന്ന് പറയുന്നത് കുറച്ചും കൂടി തിരക്ക് കൂടാൻ സാധ്യതയുണ്ട്. ഈ 30-ാം തീയതി നട തുറക്കുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ഭക്തരെത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ഇപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ ചർച്ച നടത്തിയിട്ടുണ്ട്. മണ്ഡലപൂജയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് 1 മണി വരെ ദർശനം തുടർന്നു. ഇന്ന് രാത്രി ഹരിവരാസനം പാടി നടയടച്ചു കഴിഞ്ഞാൽ മകരവിളക്ക് മഹോത്സവത്തിനായി ഡിസംബർ 30-നാകും നട തുറക്കുക. ജനുവരി 15-നാണ് മകരവിളക്ക്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും പോലീസിനും പരാതികളും പഴികളും ഏറെ കേൾക്കേണ്ടി വന്ന ഒരു തീർത്ഥാടന കാലമായിരുന്നു ഈ മണ്ഡലകാലം. അടുത്ത മകരവിളക്ക് ഉത്സവകാലത്ത് ഈ പ്രതിസന്ധികളൊക്കെ പരിഹരിക്കുമെന്നാണ് ദേവസ്വം മന്ത്രിയുടെ ഉറപ്പ്. ആ ഉറപ്പിൽ പ്രതീക്ഷ വയ്ക്കുകയാണ് അയ്യപ്പ ഭക്തർ. സന്നിധാനത്തു നിന്നും ക്യാമറമാൻ അമർജിത്തിനൊപ്പം സുജിത് സുരേന്ദ്രൻ, അമൃത ന്യൂസ്.